അനക്ക് മോളോ? എന്താ മോളെ വന്നത്? ശ്രുതി ആന്റി, ഇതാ ഞാൻ പറഞ്ഞ ദേവൂട്ടി മേഡം. ഞങ്ങളുടെ സ്കൂളിലെ പുതിയ അഡ്മിനിസ്ട്രേഷൻ മാനേജറാ. നമസ്കാരം. ഞാനിന്നലെ സ്കൂളിൽ വന്നിരുന്നു, മാഡത്തിനെ കാണാൻ പറ്റിയില്ല. വരൂ മാഡം, അകത്തേക്കിരിക്കാം. ഇരിക്കും മാഡം. ആന്റി, പ്രണവ് ഇവിടെയില്ലേ? അവൻ ഇന്ന് സ്കൂളിലേക്ക് കണ്ടില്ലല്ലോ. അവനെ ഞാൻ മനഃപൂർവ്വം വിടാത്തതാ മോളെ. ഇവിടെ ഇരുത്തി വല്ലതും പഠിപ്പിക്കാന്ന് കരുതി. അങ്ങനെയൊന്നും വേണ്ട ആന്റി. ദേവൂട്ടി മേഡം പ്രണവിനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനാ വന്നത്. എന്ത് ചെയ്യാനാ മാഡം, ഈ ചെറുപ്രായത്തിനുള്ളില് 3 or 4 സ്കൂളിൽ ചേർക്കേണ്ടി വന്നിട്ടുണ്ട് അവനെ. എല്ലായിടം പ്രശ്നങ്ങളാ. 1 വർഷം തികയാൻ കാത്തിരിക്കുന്ന പോലെയാ അവരവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നത്. ഒരു ഗത്യന്തരം ഇല്ലാതെ വന്നപ്പോഴാ ഈ സ്കൂളിൽ ചേർത്തത്. ഇവിടെ അവന്റെ പേരിൽ നിത്യം പ്രശ്നങ്ങളാ. അവനല്പം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയാ. അത് കോവിഡ് കാലത്ത് ഒറ്റപ്പെട്ട് വളർന്നതിന്റെയൊക്കെയാന്നാ ഡോക്ടർ പറയുന്നത്. കൗൺസിലിങ്ങിലൂടെയും സ്നേഹത്തോടെയുള്ള പെരുമാറ്റത്തിലൂടെയൊക്കെ മാറ്റിയെടുക്കാന്ന് അദ്ദേഹം പറഞ്ഞ. പക്ഷേ വീട്ടുകാരെ പോലെ എല്ലാവരും അവന്റെ വികൃതി അനുസരണക്കേട് സഹിച്ചു പോണോന്നില്ലല്ലോ. ഇപ്പൊ തന്നെ പഠിക്കുന്ന പുസ്തകത്തില് അവൻ കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്ന കണ്ട വേറൊരു ലിപിയാണെന്നേ തോന്നും. സ്കൂളിൽ അവനുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും അവന്റെ അച്ഛനോട് പറയാൻ പറ്റില്ല. അച്ഛനറിഞ്ഞാല് അവന് നല്ല രീതിയിൽ ഉപദ്രവിക്കും. അത് പെറ്റമ്മയെ എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുമോ മാഡം? അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ അവനെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കും. തീരെ നിവൃത്തിയില്ലാതെ വന്നാല് 2 കൊച്ചടിയൊക്കെ കൊടുക്കും. ദേവൂട്ടി മേഡം സംസാരിക്കില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്നവരേക്കാൾ നന്നായി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണുകയൊക്കെ ചെയ്യും. മേഡം വന്നതിന് ശേഷം സ്കൂളിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ മോന്റെ ഭാഗ്യവും ഇങ്ങനൊരാൾക്ക് സ്കൂളിലേക്ക് വരാൻ തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ മാഡം, ഞാൻ രാവിലെ 2 തല്ലു കൊടുത്തു. ദേഷ്യത്തിന് അവന്റെ മുഖത്തിരുന്ന കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിയുകയും ചെയ്തു. അത് പൊട്ടിയന്റെ ദേഷ്യത്തില് എന്നോട് പിണങ്ങി മുറി അടച്ചിരിക്കുക. ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് കൂടി വന്നില്ല. മേഡം ഇത് നോക്കിയേ, അവ ഇങ്ങനെ അക്ഷരങ്ങൾ എഴുതുന്നത്. ഏതോ ഒരു പ്രത്യേക ലിപി. ഇതവൻ എങ്ങനെ കിട്ടി, ആര് പഠിപ്പിച്ചു എന്നൊന്നും എനിക്കറിയില്ല. മേഡം ഒന്ന് അവനെ വിളിക്കട്ടെ എന്നാ പറഞ്ഞത്. അവൻ അകത്തുണ്ട്. പ്രണവേ, ഇത് ഞാനാ, അവന്തിക. എന്റെ കൂടെ ദേവൂട്ടി മേഡം ഉണ്ട്. ദേവൂട്ടി മേഡം നിന്നെ കാണാനാ വന്നത്. പ്രണവേ,
സ്കൂളിൽ വരാത്തെ? നിനക്ക് പഠിക്കണ്ടേ? വേണ്ട, ഞാൻ സ്കൂളിലേക്ക് വരുന്നില്ല.